കൈമ അരി കൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ കോഴിക്കോട് ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ് ഇത്. ഒരുപാട് ടിപ്സുകൾ ഇതിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു തവണ ഈ ബിരിയാണി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരിക്കലും ഈ ടേസ്റ്റ് മറക്കാൻ ചാൻസ് ഇല്ല. അത്രയ്ക്കും ടേസ്റ്റാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ബിരിയാണിയാണിത്. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകൾ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ആ സ്പെഷ്യലായിട്ടുള്ള കോഴിക്കോട് ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഒരു മിക്സിയുടെ ജാറിൽ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം പീസുകളാക്കിയത്, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചതച്ചെടുക്കുന്നത് പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇടിച്ച് ചതച്ചെടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ മിക്സി ഉപയോഗിക്കണമെന്നില്ല. ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഞാനിവിടെ ഒരു കടായി എടുത്ത് അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് ഇളക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ കളർ മാറാൻ തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ഉണക്കമുന്തിരി 2 ടേബിൾ സ്പൂൺ ചേർക്കുക. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഉണക്കമുന്തിരി ചേർത്ത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇതുപോലെ വീർത്ത് വരും. ഉടനെ തന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. കോരിയെടുക്കാൻ താമസിച്ചാൽ കരിഞ്ഞു പോകും. ഇനി ഇതേ എണ്ണയിൽ തന്നെ നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് 2 മീഡിയം സൈസ് സവാള കനം കുറച്ചരിഞ്ഞതാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അതാണ് കനം കുറച്ചരിഞ്ഞത്. അത് മുഴുവനും ചേർത്ത് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ തുടർച്ചയായി ഇളക്കി ഫ്രൈ ചെയ്യുക. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിം വരെ സെറ്റ് ചെയ്യുക. സവാള ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റുക. ഇത് 6 ലിറ്റർ കപ്പാസിറ്റിയുള്ള അടി നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ്. ഇതിലാണ് ചിക്കനോടൊപ്പം റൈസ് ചേർത്ത് ബിരിയാണി ദം ചെയ്തെടുക്കാൻ പോകുന്നത്. 750 ഗ്രാം അരിയും 750 ഗ്രാം ചിക്കനും ഉപയോഗിച്ച് 6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ 6 ലിറ്റർ കപ്പാസിറ്റിയുള്ള പാത്രമാണ് ആവശ്യമുള്ളത്. ആദ്യമായി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, അതോടൊപ്പം നേരത്തെ ചതച്ചു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് മല്ലിയില അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായി 1/4 കപ്പ് പുതിനയിലയും അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ. ഹോംമെയ്ഡ് ബിരിയാണി മസാല 3/4 ടേബിൾ സ്പൂൺ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. ഉപ്പ് 3/4 ടേബിൾ സ്പൂൺ. നാരങ്ങാ നീര് 1 ടേബിൾ സ്പൂൺ. പുളി കുറഞ്ഞ തൈര് 1/2 കപ്പ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് തിരുമ്മി വേണം മിക്സ് ചെയ്തെടുക്കാൻ. സവാളയിലെയും തക്കാളിയിലെയൊക്കെ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് പുറത്ത് വരണം. ഇപ്പോൾ ഇതാ 2-3 മിനിറ്റ് വരെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കണം. ഇത് 750 ഗ്രാം ചിക്കൻ, അതായത് 10 പീസ് ക്ലീൻ ചെയ്ത് കഴുകി ബിരിയാണി പീസാക്കി എടുത്തതാണ്. ഇനി ചിക്കനോടൊപ്പം 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുക.
അതോടൊപ്പം തന്നെ ഇതിൻ്റെ മർമ്മപ്രധാനമായ ഐറ്റം എന്ന് പറഞ്ഞാൽ സവാള വറുത്തെടുത്തതാണ്. നമ്മൾ നേരത്തെ വറുത്ത് കോരിയതിൻ്റെ പകുതിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. മസാലയൊക്കെ എല്ലാ ചിക്കനിലും പറ്റിപ്പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. 1-2 മണിക്കൂർ വയ്ക്കാൻ പറ്റിയാൽ അത്രയ്ക്കും നല്ലത്. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ബിരിയാണിക്കുള്ള മറ്റ് സാധനങ്ങൾ റെഡിയാക്കാം. ഇത് ഒരു പാത്രം അളവിന് ഏകദേശം 250 ഗ്രാം കൈമ അഥവാ ജീരകശാല അരി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഒരേ സമയം ഏകദേശം 5 പേർക്ക് കഴിക്കാവുന്നതാണ്. കൂടുതലായി കഴിക്കുന്നവരാണെങ്കിൽ 250 ഗ്രാമും കൂടെ ചേർക്കുക. അപ്പോൾ ടോട്ടൽ 1 കിലോ വരും. ഇനി ഇതെങ്ങനെ വേവിച്ചെടുക്കാമെന്ന് നോക്കാം. ഇത് 4 ലിറ്റർ കപ്പാസിറ്റിയുള്ള മറ്റൊരു പാനാണ്. ഇതിലാണ് നമ്മൾ റൈസ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഇനി അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർക്കണം. ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം, അതാണ് കണക്ക്. ഇത് 3 ടേബിൾ സ്പൂൺ ഡാൽഡ ഉരുക്കിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റൈസിന് ആവശ്യമായ 2.5 കപ്പ് ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ബേ ലീഫ്, 1 ജാതിപ്പത്തിരി, 3 സ്റ്റാർ, 5 ഏലക്ക, 5 ഗ്രാമ്പു, 1 പട്ട ഒടിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ വെള്ളം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് കഴുകി നന്നായിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ അരി ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് വേവിക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അരി പകുതി വേവുന്നത് വരെ വേവിച്ചാൽ മതിയാകും. ബാക്കിയുള്ളത് ദം ചെയ്യുമ്പോൾ വെന്തോളും. ഇതിനുള്ളിലെ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റി ഏകദേശം 5 മിനിറ്റാണ് ഇതുപോലെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാനുള്ളത്. ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവാളയുടെ പകുതിയാണ്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 പിടി പുതിനയില അരിഞ്ഞതും 1 പിടി മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് ബിരിയാണി മസാല 1 ടീസ്പൂണും കൂടെ ചേർത്ത് ഇത്രയും ചേർത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് മാറ്റി വയ്ക്കുക. അരി വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം വെള്ളം വറ്റിയിട്ടുണ്ട്. അരി പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലിട്ട് ദം ചെയ്തെടുക്കണം. ആദ്യം ടോട്ടൽ റൈസിൻ്റെ 4/1 കോരി ചിക്കൻ്റെ മുകളിൽ നിരത്തുക. 4/1 റൈസ് ചിക്കൻ്റെ മുകളിൽ നിരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ നിരത്തി കൊടുക്കുക. പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് 4/1 റൈസ് വീണ്ടും ചേർക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത മിക്സ്, വീണ്ടും ചോറ് അതിൻ്റെ മുകളിൽ നിരത്തുക. ഇങ്ങനെ ചിക്കൻ്റെ മുകളിൽ പല ലെയറായിട്ട് അടുക്കുക. 4 ലെയർ റൈസും 3 ലെയർ സവാള ഫ്രൈയുമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇതുപോലെ ടോപ്പ് ലെയർ റൈസ് മാത്രമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത്, പിന്നെ ഒരു കളറിന് വേണ്ടി മഞ്ഞപ്പൊടിയാണ് ഞാനിവിടെ കലക്കി ചേർക്കുന്നത്. ഇനി ഇത് അടച്ചു വച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. 10 മിനിറ്റിന് ശേഷം തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് വരെ വയ്ക്കുക. 30 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് കുറഞ്ഞത് അരമണിക്കൂർ വരെ തുറക്കാതെ മാറ്റി വയ്ക്കുക. പിന്നീട് സർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പാത്രം തുറന്ന് സർവ് ചെയ്യുന്ന ഡിഷിലേക്ക് മാറ്റുക. സർവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അടിയിലുള്ള മസാല റൈസും മുകളിലുള്ള റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം വിളമ്പാൻ. സാധാരണ ബിരിയാണി സർവ് ചെയ്യും പോലെ അച്ചാറ്, പപ്പടം, സലാഡ് എന്നിവയ്ക്കൊപ്പം തന്നെ കോഴിക്കോടൻ ബിരിയാണി സർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ
നിങ്ങളുടെ അഭിപ്രായം ലൈക്കായിട്ടും നിങ്ങളുടെ നിർദ്ദേശം കമൻ്റായിട്ടും രേഖപ്പെടുത്താം. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മെർഫിൻ.